കേരളത്തിലെ തന്നെ ചില പ്രമാദമായ കേസുകൾ, ഐസ്ക്രീം പാർലർ കേസ് പോലെയുള്ള കേസുകളിലുള്ള സ്ത്രീ സാന്നിധ്യം, ഇത്തരത്തിലുള്ള സ്ത്രീ സാന്നിധ്യങ്ങൾക്ക് മാഡം ഒബ്സർവ് ചെയ്തിട്ടുള്ള സോഷ്യൽ റീസൺസ് എന്തെല്ലാമാണ്? ഇപ്പോൾ ഒരു സ്ത്രീ അറിയാതെ അല്ലെങ്കിൽ ഒരാളെ സ്നേഹിച്ചു, വിവാഹിതയാകുന്നതിനിപ്പുറം തന്നെ ഒരു കുട്ടിയുണ്ടായി. അത് കഴിയുമ്പോൾ ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യുന്നതെന്ന്. എന്നെ അവൻ ഉപേക്ഷിച്ചിട്ട് പോയി, എനിക്കൊരു കുട്ടിയായി, കുട്ടിയെ കൊല്ലണോ, കുട്ടിയെ സംരക്ഷിക്കണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ കുട്ടിയെ സംരക്ഷിക്കും? ഇങ്ങനെ ഒരു ആങ്കലപ്പിലാണ് സ്ത്രീ വരുമ്പോഴത്തേക്കും എന്താ കുട്ടിയെ കൊല്ലാനായിട്ട് ഷീ ഈസ് ഫോഴ്സ്ഡ്, ഞാൻ കൊന്നു കളയും, ഇൻഫൻറ്റിസൈഡ് എന്ന് പറയും. അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മർഡറായിട്ട് തന്നെ കണക്കാക്കും. അവരെ മർഡറിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ശിക്ഷയും കൊടുക്കും. പക്ഷേ അതിനകത്ത് വേറൊരു ഗുണമുള്ളത്, ഇൻഫൻറ്റിസൈഡിന് ശിക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ 131 ഓഫ് ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് ഇങ്ങനെ വരുന്ന ഒഫൻസ് എല്ലാം ഗവൺമെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ശരിക്കുള്ള റീസൺ ഉണ്ട്, ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം പണിഷ്മെൻറ്റ് കൊടുത്ത് അവരെ അങ്ങ് റിലീസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ നിയമത്തിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് മറ്റേ മേർഡർ കേസിനകത്തതുപോലെ ഇവർക്ക് അതിനകത്ത് പണിഷ്മെൻറ്റ് കിട്ടുന്നില്ല. പിന്നെ സൂപ്പർസ്റ്റിഷന് വിശ്വസിക്കുന്നത്, ഐ തിങ്ക് ദാറ്റ് ഓൾസോ വി ക്യാൻ ഡിസ്കസ്. തീർച്ചയായിട്ടും സൂപ്പർസ്റ്റിഷൻ, അതായത് ഈ കുട്ടിയെ കൊന്ന് പൂജയ്ക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ മെച്ചം വരും എന്ന് ആരെങ്കിലും ഉപദേശിച്ച്, അതായത് ഒരു സ്വാമിയോ ആരാണെങ്കിലും ഉപദേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് വരാൻ തയ്യാറായി വരുന്ന ലേഡികളുണ്ട്. അങ്ങനെ കുട്ടിയെ കൊല്ലുക. അപ്പോൾ അവർ ആക്ച്വലി വരുന്നത് മർഡറിലേക്ക് അവരപ്പം ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങ് അറിയാതെ പൊയ്ക്കൊള്ളും എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ നടന്ന പല കേസുകളുണ്ട്. അപ്പം കുട്ടിയെ ഇത് കൊലയ്ക്ക് വിധേയമാക്കുക, ഇമ്മീഡിയറ്റ്ലി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കണ്ടുപിടിക്കുക, അവിടെ തന്നെ കുഴിച്ചിടുക. അപ്പം സാമ്പത്തികമായിട്ട് നേട്ടം വന്നോ അതുമില്ല, വേറെ ഷീ ഈസ് അറസ്റ്റഡ് ആൻഡ് ജയിലിനകത്തിട്ടു, അവളുടെ ഭാവിയെ നഷ്ടപ്പെട്ടു. മാഡം ഈ പറഞ്ഞ കേസിനോട് ചേർത്ത് വായിക്കാൻ നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ 1-2 വർഷ കാലയളവിൽ കേരള സമൂഹം ഞെട്ടലോടെ നോക്കിക്കണ്ടിട്ടുള്ള ചില ഇൻസിഡൻസ് ഉണ്ട്. വിശ്വാസങ്ങളുടെ പേരിൽ ചില വ്യക്തികൾ പറഞ്ഞതിൻ്റെ പേരിൽ പെൺകുട്ടികളെ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തികൾക്ക് പ്രേരിപ്പിക്കുക, കുരുതി കൊടുക്കുക, അതിന് അമ്മമാർ തന്നെ കൂട്ടു നിൽക്കുക, അല്ലെങ്കിൽ വീട്ടിലത്തെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്നവരെല്ലാവരും അതിനെ കൂട്ടു നിൽക്കുക എന്നുള്ള ഇത്തരത്തിലുള്ള ഇഷ്യൂസിൽ എന്താണ് നമ്മൾ എടുക്കാറുള്ള നിലപാട്? അദാലത്ത് മാത്രമല്ല, കേസുകൾ കേൾക്കുക മാത്രമല്ല, ഈ കേസുകൾ കേൾക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പരിഹരിക്കുകയാണ്, അതല്ല വേണ്ടത്. ശരിക്കും അത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ള അതിനുള്ളൊരു ബോധവൽക്കരണമാണ് ആക്ച്വലി വേണ്ടത്. പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന നിലയിൽ സെമിനാർ എന്ന് പറയുന്ന സെമിനാർ നമ്മൾ നടത്തും, ബോധവൽക്കരണ ക്ലാസ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ അതിനകത്തേക്ക് പെടുന്നു, അതിൻ്റെ ചതിക്കുഴികൾ, അതിനൊക്കെ ഡീറ്റെയിൽ ആയത് പഠിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് കമ്മീഷൻ. അതിനോടൊപ്പം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ സാധനങ്ങൾ, ഈ സൂപ്പറിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അധികം എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസമുള്ളവരുണ്ടാവാം, പക്ഷെ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അതിലേക്ക് പോവുകയാണ്. അതെന്ത് പെട്ടെന്ന് നേടാനാണ്, എന്തിനാണ് അത് ചെയ്യുന്നത്? സാമ്പത്തികമായി പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്താനാണ്. എന്തോ വലിയ നേട്ടം പെട്ടെന്ന് നേടാൻ പറ്റുന്നത്, ലോട്ടറി അടിക്കുന്ന പോലെയുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെയാണെങ്കിലും ഈ കുരുതി കൊടുക്കുന്നതും അല്ലെങ്കിൽ മറ്റ് ഇതിലേക്ക് വിടുന്നതും. ഈ അമ്മമാരതിനകത്ത് ഇൻവോൾവ് ആകുന്നതും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ലൊരു സ്റ്റഡി വേണം, അത് മാധ്യമങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ആ പത്രത്തിൽ വായിച്ചു അങ്ങ് പോകുന്നതല്ലാതെ ഈ കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, വേണ്ട വിധം സമൂഹത്തിലേക്ക് ഇത് എത്തുന്നില്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഡോക്ടറായ അമ്മയും അച്ഛനെയും കൊന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്ത്രീകളിലും ഇത് വരുന്നുണ്ട്. സ്ത്രീകളും ഇതിനകത്ത് ഇരയാക്കപ്പെടുന്നുണ്ട്. കന്യകയെ കൊന്ന് ബലിതെടുത്താൽ വലിയ എന്തൊക്കെയോ കിട്ടും, വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഒരു അനാചാരമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോയാലേ ഇത്തരം വാർത്തകളും ഭീഷണികളൊക്കെ നമ്മളിനി കണ്ട് വിഷമിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ സ്ത്രീകൾ എത്രത്തോളം പങ്കാളികളാവുന്നു എന്നുള്ളത്, അതായത് ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം പങ്കാളികളാവുന്നു? മാഡം നേരത്തെ അതിനെക്കുറിച്ച് കൃത്യമായി സൂചിപ്പിക്കേണ്ടത്, അതായത് പ്രോസ്റ്റിറ്റ്യൂഷന് പെൺകുട്ടികളെ എത്തിക്കുക, അല്ലെങ്കിൽ സെക്സ് ട്രാഫിക്കിങ്ങിന് സഹായകമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ പെൺവാണിഭ കേസുകൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അതിലൊരു സ്ത്രീ സാന്നിധ്യം നമ്മൾ വളരെ വ്യക്തമായി കോട്ടിയപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ സാന്നിധ്യം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ തന്നെ ഉണ്ടാവുന്നതിൻ്റെ സൈക്കോളജി എന്താണ്? ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നതിനേക്കാളും ഒരുപടി മേളിൽ ജീവിക്കണമെന്നുള്ളതാണ്. ഇടയ്ക്ക് സൈബർ ക്രൈംസ് ഒക്കെ വന്നപ്പോൾ, ഹണി ട്രാപ്പ് ആ ഒരു ലെവലിലോട്ടൊക്കെ വന്ന സമയത്ത് അതിനകത്തുള്ള വിക്ടിംസിന്
അതിനകത്തുള്ള ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ ലെവലിലോട്ടോ അല്ലെങ്കിൽ സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ പെൺകുട്ടികളെ അവരുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ അവർ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പുവറായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, വളരെ പുവറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അവരവിടെ നിന്നും ഒരു റൂറൽ ഏരിയയിൽ നിന്നും ഒരു അർബൻ ഏരിയയിലേക്ക്, ഒരു നഗരത്തിലേക്ക് അവർ പഠിക്കാനോ ജോലിക്കോ വേണ്ടി വരികയാണ്. അപ്പം അവിടെ വരുമ്പോൾ അവർ പല ആൾക്കാരെ പരിചയപ്പെടുന്നു. അപ്പോൾ ആ പരിചയത്തിൽ നിന്നും അവർക്ക് കുറേ ഈ എന്തോ പറയുന്ന ആഡംബരത്തിലേക്കുള്ള ഒരു മാർഗം, അതിനോടുള്ള താല്പര്യം. അപ്പം ആദ്യം ഒരു വഴികാട്ടിയായിട്ട് കൊടുക്കുകയാണ്, ഒരു ചേച്ചിയെ പരിചയപ്പെടുന്നു, ചേച്ചി പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണ്, അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഇതിനറിയത്തില്ല, കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് അറിയാം, ഇതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആദ്യം അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ഇത്രയും കിട്ടുമോ, ഇത്രയും എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, അതിൻ്റെ വിക്ടിം പറഞ്ഞതാണ്, ഇത്രയും എനിക്ക് എൻ്റെ ഒരു ടൈം, എൻ്റെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് സ്പെയർ ചെയ്താൽ എനിക്ക് ആദ്യമായിട്ട് ഇത്രയും രൂപ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഷോപ്പിൽ ജോലി ചെയ്തിട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ആദ്യം ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ആവശ്യം, അപ്പോൾ അതുകൊണ്ട് എൻ്റെ പല കാര്യങ്ങളും നടക്കുന്നു. പിന്നെ ശരീരം വിയർക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടോ ഒന്നും അനുഭവിക്കാതെ ഉണ്ടാകുന്ന ഒരു ജീവിത സൗകര്യങ്ങൾ. പിന്നെ നമ്മൾ എല്ലാത്തിനോടും ഒരു ആഗ്രഹം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, എല്ലാത്തിനോടും ഒരു ആഗ്രഹങ്ങളെ ദുഃഖങ്ങളോട് നമുക്ക് എപ്പോഴും വെറുപ്പാണ്, ദുഃഖത്തിലേക്ക് വരാൻ താല്പര്യമില്ല, എല്ലാവർക്കും സുഖ സൗകര്യങ്ങളിലേക്ക് പോകണമെന്നുള്ള ഒരു വശമുണ്ട്. അപ്പം അതിലേക്ക് ഉള്ള ഒരു യാത്രയിലാണ് ഇത്തരത്തിലോട്ട് വരുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പ്രോസ്റ്റിറ്റ്യൂഷനിൽ സെക്ഷൽ ഏർജ് സ്ത്രീകൾക്ക് മുമ്പും ഉണ്ട്, സെക്ഷൽ ഏർജ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് ഹൈഡ് ചെയ്ത് വെക്കുന്നതിൻ്റെ ആ ഒരു ലെവൽ കുറവാണ്. ഇപ്പോൾ കുറച്ചുകൂടെ പുറത്ത് പറയാൻ, ഒരു സെക്സ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബയോളജിയിൽ വായിക്കുമ്പോൾ പോലും നമ്മളത് ഉറച്ച് വായിക്കാൻ, സ്കൂളിലെ ടീച്ചർ വായിക്കാൻ പറയുമ്പോൾ അത് വായിക്കാൻ മടിച്ചിരുന്നൊരു കാലഘട്ടം. ഇപ്പോൾ അത് പറയുന്നതിനൊന്നും മടിയില്ല. അപ്പോൾ ഏർജ് നമുക്കിപ്പോൾ കൂടുതലാണ്. ഏർജ് കൂടാൻ കാരണവും ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിന് പുറമെ നമുക്ക് എക്സ്പോഷർ കൂടുതൽ. ഇപ്പം നേരത്തെ പറഞ്ഞു, മൊബൈൽ നമ്മുടെ കയ്യിൽ വെക്കുന്ന ഒരു ചെറിയ ഒരു സംഭവം, അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നു. അപ്പം അതിനോടൊരു താല്പര്യം കൂടുന്നു. അപ്പം ചൂഷകരാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നു. അത് സ്ത്രീയാകാം, പുരുഷനാകാം. നമ്മൾ പുരുഷൻ്റെ അടുത്ത് ഇടപെടുന്നതിനേക്കാളും സ്ത്രീകളോട് ഇടപെടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സേഫാണെന്ന് വിചാരിക്കും. ഇടയ്ക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഹോസ്റ്റലിൽ 2-3 കുട്ടികൾ, 4 റൂംമേറ്റ്സ് ഒരുമിച്ച് താമസിക്കുകയാണ്. കൂട്ടുകാരി കുളിക്കുന്ന സീൻ കൂട്ടുകാരി തന്നെ എടുത്ത് കൊടുത്ത് അയക്കുന്നത് കാമുകൻ അയച്ചു കൊടുക്കുന്നു. അപ്പം ഒരു തരം സെക്ഷൽ പെർവേർഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ കൂട്ടുകാരിയുടെ കാമുകന് ഇത് കണ്ടു കഴിയുമ്പോൾ അവന് ഒരു പെർവേർട്ടിക്കൊരു നേച്ചറാണ്. പക്ഷേ ഇവൾക്ക് ലഭിക്കുന്നത് അവളുടെ കാമുകൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ടുള്ള സ്നേഹം ലഭിക്കുമെന്നുള്ളൊരു തെറ്റായ ധാരണ. അപ്പോൾ അത് വഴി വെച്ച് പിന്നെ മാറി അതിൻ്റെ ലെവൽ മാറി ഒരു പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു സൈബർ ക്രൈമിലേക്ക് പോകുന്നു. അതിൻ്റെ 2 വശവും ഒരു നെഗറ്റീവ് സൈഡിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം അത് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം ഫാമിലി തന്നെയാണ്. ആ കുടുംബത്തിലുണ്ടായി വരുന്ന കുറേ ഈ അരക്ഷിതാവസ്ഥ, പിന്നെ അത് ഡിപ്രഷനിലോട്ട് പോകുന്നു. ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 15 വയസ്സിന് മേളിലോട്ട് പോകുമ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി ഒരു ആൻറ്റി സോഷ്യൽ എന്നൊക്കെ ഒരു ലെവലിലോട്ട് പോകുന്നത്. അതിന് താഴോട്ട് പോകുമ്പോൾ കോണ്ടാക്ട് ഡിസോർഡേഴ്സാണ്. അപ്പോൾ ഈ ആൻറ്റി സോഷ്യൽ ലെവലിലോട്ട് വരുന്ന ആൾക്കാർക്ക് ഗിൽറ്റ് എന്ന് പറയുന്ന കാര്യം ഇല്ല, ഒരു കുറ്റബോധം അവർക്ക് വളരെ കുറവാണ്, ആൻസൈറ്റി ലെവലും വളരെ കുറവാണ്. അങ്ങനെ പോകുമ്പോൾ അവരെന്തും ചെയ്യും. അപ്പോൾ അത് പ്രോസ്റ്റിറ്റ്യൂഷൻ ആകാം, അത് മർഡർ ആകാം, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കപ്പെടാം. പൊതുവേ ക്രൈമിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ ഈ ഡീവിയൻ ബിഹേവിയർ ആക്ടിവിറ്റീസിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളുടെ ഒരു പ്രായം ഏത് ബാൻഡ് വിഡ്ത്തിൽ വരുന്നവരായിരിക്കും? ബിറ്റ്വീൻ മിക്കവാറും അല്ല, ഈ ചെറിയ 20ഉം 25ഉം ഏജിലുള്ളവരുടെ ക്രൈം ഉണ്ട്, അത് ഡിഫറെൻറ്റ് മോഡാണ്. മിക്കവാറും ഒക്കെ ഒരു 30 to 45 ഏജിലാണ് ഈ സ്ത്രീകൾ ക്രൈം കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം ബേസിക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 1% ഓഫ് അനിമാലിറ്റി ഒരു മനുഷ്യനിലുണ്ട്. നമ്മൾ തുടക്കത്തിൽ ചോദിച്ചാൽ എല്ലാവരിലും ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ടോ എന്നുള്ളത് ഒരു 1% ഉണ്ട്. അത് സൈലൻ്റ് ആയിട്ട് എല്ലാ മനുഷ്യനിലും ഉണ്ട്. സൈലൻ്റ് ആയിട്ട് കിടക്കുന്നതാണ്. അത് സാഹചര്യം വരുന്ന സമയത്ത് അതിനെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഇതാക്കി തരുന്നത്. എസ്പെഷ്യലി സെക്ഷലി അബ്യൂസ്ഡ് ആണെങ്കിൽ ഒരു ലേഡി ഷീ വിൽ ഗോ ഫോർ സെക്സ് വർക്ക്. കൂടുതലും സെക്സ് വർക്കിനാണ് സെക്സ്വലി ചെറുപ്പത്തിലെ അബ്യൂസ് ആയിട്ടുള്ള ലേഡീസ് പോകുന്നത്. ഫിസിക്കലി ഹരാസ്ഡ് ആണെങ്കിൽ, ഫിസിക്കലി ഒത്തിരി ടോർച്ചർഡ് ആണെങ്കിൽ അവർ കൂടുതലും മർഡറിലേക്ക് പോകും. അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കത്തക്ക വിധത്തിൽ വരും. അപ്പോൾ എക്കണോമിക്കലി ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ
നമ്മൾ സൈക്കോളജി കൂടുതൽ കണ്ടത് എക്കണോമിക് ചൂഷണം ചെയ്യുന്നവരാണ് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണത് പൈസ തട്ടിച്ച് മേടിക്കുന്നത് ഇങ്ങനെയുള്ള ലെവലിലേക്ക് മാറിപ്പോകുന്നു. ഇതാണ് ഓരോരുത്തരുടെ സൈക്കോളജി പറയുന്നത്.